കോഴിക്കോട് SDPI സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ LDF സ്ഥാനാർത്ഥി ഇളമരം കരീമും UDF സ്ഥാനാർത്ഥി MK രാഘവനും പങ്കെടുത്ത വിവാദത്തിൽ കോഴിക്കോട് SDPI ജില്ലാ ഘടകമാണ് വിരുന്നൊരുക്കിയത്. പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ പുരോഹിതർ പങ്കെടുത്തപ്പോൾ ഹാലിളകിയവരാണ് CPMകാരെന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ വിമർശിച്ചു. വിവരങ്ങളുമായി ഗോകുൽ ചേർന്നു. ഗോകുൽ, ഈ SDPI രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെ ന്യായം പറഞ്ഞ് ഒരു പക്ഷെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനാവും ഒരു പരിധിവരെ LDFും UDFും ശ്രമിക്കുക. രണ്ട് പാർട്ടികളും ഒരേപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളിലെ തീവ്ര നിലപാടുകൾ ഉള്ള ആളുകളെ, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ എപ്പോഴും പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാനൊക്കെ മത്സരിച്ച് മുൻപിലുള്ള ആളുകളാണ്. നിരോധിത സംഘടനയായ SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. അതുകൊണ്ട് ഇത്തരം ന്യായങ്ങളൊന്നും വിലപ്പോകില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? SDPI ഒരുക്കിയ ഇഫ്താർ വിരുന്നിലാണ് LDF UDF സ്ഥാനാർത്ഥികൾ കോഴിക്കോട് പങ്കെടുത്തത്. ഇളമരം കരീമും MK രാഘവനുമൊക്കെ മത്സരിച്ച് ഒരേ വേദിയിൽ വളരെ സൗഹാർദ്ദപൂർവ്വമായി ചിരിച്ച മുഖമായി ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രതികരണം വന്നതാണ് ഏറെ ശ്രദ്ധേയം. പ്രധാനമന്ത്രി ക്രിസ്മസുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊരു വിരുന്നൊരുക്കിയപ്പോൾ അതിനെ വിമർശിച്ച് രംഗത്ത് വന്ന ആളുകളാണ് CPM. അവരാണ് ഇത്തരത്തിൽ തീവ്ര നിലപാടുകളുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPIയുടെ വേദിയിലേക്ക് എത്തി അവരൊപ്പം വേദി പങ്കിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് പിരിഞ്ഞത്. ഗൂഗിൾ കേൾക്കാമെങ്കിൽ. ഉമേഷ്, ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. SDPI ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് CPMന്റെ വടകര SDFന്റെ വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഇളമരം കരീമും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഇളമരം കരീമും LDFന്റെ UDF സ്ഥാനാർത്ഥി MK രാഘവനും ഉൾപ്പെടെയുള്ള LDF UDF നേതാക്കൾ പങ്കെടുത്തത്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞത് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി സംഘടിപ്പിച്ച, ഔദ്യോഗികമായി സർക്കാരിൻ്റെതായ രീതിയിൽ സംഘടിപ്പിച്ച വിരുന്നിലൊക്കെ പങ്കെടുത്തതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പങ്കെടുത്തതിനെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് തീവ്രവാദ സംഘടനകളുടെ വോട്ട് നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി അവർ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ഒരു മടിയും കൂടാതെ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളും നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നത്. ഇവർ രണ്ടു മാത്രമല്ല, MLAമാരായ PTA റഹീം, അഹമ്മദ് ദേവർകോവിൽ, നമുക്കറിയാം മുൻ മന്ത്രിയാണ്, LDFന്റെ ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി വിദ്യാബാലകൃഷ്ണൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം KT കുഞ്ഞിക്കണ്ണനൊക്കെ CPMന് വേണ്ടി നിരന്തരം ചാനലുകളിലൊക്കെ വന്നു വരുന്ന രീതിയിൽ അവരുടെ വാദം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടമായ ആളുകൾ തന്നെയാണ് SDPI സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ SDPI ഇവിടെ സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നില്ല. എന്നാൽ 2014 അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയ സമയത്ത് 10,000-ലധികം വോട്ടുകളൊക്കെ 10 വർഷം മുമ്പ് SDPI സമാഹരിച്ചിരുന്നു. ആ കാലഘട്ടത്തിലാണ് ആ വോട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ടാകാമെന്ന കണക്കുകൂട്ടലുകളാണ് ഇരു മുന്നണികളും ഒരുപോലെ തന്നെ SDPI പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നത്. അതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് മലബാർ മേഖല കേന്ദ്രീകരിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര നിലപാടുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കുക, അല്ലെങ്കിൽ അവരെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ഊർജിതമായ ശ്രമം UDF കാലാകാലങ്ങളായി ചെയ്യുന്നുണ്ട്. LDF ഒരു പരിധിവരെ അത് രഹസ്യമായിരുന്നെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി അത് പരസ്യമായ നിലപാട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് ഈ CA വിരുദ്ധ സമരങ്ങളെ അല്ലെങ്കിൽ CA വിരുദ്ധ നിലപാടുകളെയും ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ നിലപാടുകളെയും ഒക്കെ അതിനൊക്കെ ഒരു മുസ്ലിം മുഖം നൽകാനായി ഇത്തരം തീവ്ര നിലപാടുള്ള ആളുകളെ ഒപ്പം ചേർക്കാൻ CPM മത്സരിക്കുന്നുണ്ടായിരുന്നു. സമസ്തയെ ഒപ്പം കൂട്ടാൻ നോക്കി, എന്നാൽ അത് ഒരു പരിധിവരെ വിജയിക്കാതെ പോയപ്പോൾ ഇപ്പോൾ SDPI തന്നെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക, തങ്ങൾക്ക് ഒരു ന്യൂനപക്ഷ മുഖം നൽകുക, അതൊക്കെ തന്നെയാവും ഉദ്ദേശം, അല്ലേ? കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുന്നത് തടയുന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ SDPI കോഴിക്കോട് സംഘടിപ്പിച്ചത്. ഈ വാർത്താ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇഫ്താർ സംഘവും സംഘടിപ്പിച്ചത്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, BJP അധികാരത്തിൽ എത്തുന്നത് തടയാൻ വേണ്ടി SDPI മുന്നിൽ നിൽക്കുന്നു, അവരുടെ വോട്ട് വാങ്ങാൻ LDFന്റെയും UDFന്റെയും നേതാക്കൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് പൊതുസമൂഹം തയ്യാറാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കോടതിയിൽ നിന്ന് അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കാണാതാവുന്നത്. അതാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എടുത്തു കാണിക്കുന്നത്. ഇനിയിപ്പോ ആ രേഖ എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ സംശയത്തിന്റെയോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെയോ ആവശ്യം ഇല്ലല്ലോ എന്നാണ്. മുൻകാലങ്ങളിൽ ഈ പല പഞ്ചായത്തുകളിലും ഒക്കെ ആയിരുന്നു SDPIയുമായി ബന്ധപ്പെട്ട് UDFും CPMും ഒക്കെ പലതരത്തിലുള്ള ബാന്ധവത്തിൽ ഏർപ്പെടുകയും
പഞ്ചായത്തിന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോ പരസ്യമായി ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഒരു കൂട്ടു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ വേണ്ടി CPM തയ്യാറാവുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് അഭിമന്യു ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളോട് എന്ത് മറുപടിയാണ് CPM പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സമസ്ത ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് നേരത്തെ തന്നെ കൂടെ കൂടാനും, അതായത് CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് ഇറങ്ങി കോൺഗ്രസിനെക്കാട്ടിലും UDF-നെക്കാട്ടിലും മുന്നിലെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സമസ്തയിലെയും മുസ്ലിം ലീഗിനെയും ഉൾപ്പെടെ കൂടെ കൂട്ടാനുള്ള ഒരു ശ്രമം CPM നടത്തുകയുണ്ടായി. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിലായതുകൊണ്ട് അതൊന്നും വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിനെ മറികടക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കാം CPM-ന്റെ ഭാഗത്ത് നിന്ന് SDP ആയിട്ടുള്ള ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് മുസ്ലിം ലീഗിനെ സമസ്തയെ കൂടെ കൂട്ടാൻ പ്രത്യക്ഷത്തിൽ സാധിച്ചിട്ടില്ല. KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കി സമസ്തയിൽ ഒരു വിള്ളലുണ്ടാക്കി വോട്ട് നേടാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എത്രത്തോളം ഫലവത്താവും എന്നതിനെപ്പറ്റി CPM-ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗില്ലെങ്കിൽ വേണ്ട കൂടുതൽ കടുത്ത തീവ്രവാദ സംഘടനയായ SDP-യുടെ വോട്ട് സമാഹരിക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ CPM മുന്നോട്ടേക്ക് പോകുന്നത്. ഈ പറഞ്ഞതുപോലെ 2014 10,000-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ SDP-ക്ക് സാധിച്ചിരുന്നു. 2019 അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അതുകൊണ്ട് ഏത് വിധേന തീവ്രവാദികളുടെ വോട്ടായാലും സമാഹരിച്ചുകൊണ്ട് വിജയത്തിലേക്ക് അടുക്കുക എന്നൊരു ലക്ഷ്യം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ CPM-നും LDF-നും ഉണ്ടാവുക. ഈ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ നമ്മളിത് കണ്ടതാണ്. അതായത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന രീതിയിൽ ഇളമരം കരീമിനെ കരീംക്ക് വിജയിപ്പിക്കുക എന്ന രീതിയിൽ പോസ്റ്റർ പ്രചരണം നടത്തുകയും അത് വലിയ രീതിയിൽ വിവാദമാവുകയും അത് കരീമിക്കാന്ന് വിളിക്കുക മാത്രമല്ല ഓലി മലബാർ മേഖലയിലേക്ക് ചെന്നാൽ CPM-ന്റെ ചുവന്ന പോസ്റ്ററൊക്കെ അങ്ങ് പച്ച കളറിലേക്ക് മാറുകയും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. മലപ്പുറം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് കഴിഞ്ഞാൽ CPM-ന്റെ പോസ്റ്ററുകളിൽ പച്ചയും ചുവപ്പുമാണ്. ഇത് SDP ഏതാണ് CPM ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഇവരുടെ തെരഞ്ഞെടുപ്പ് വോട്ടുകളിൽ കാണാറുണ്ട്. എന്നാൽ ഈ കരീംക പോലെയുള്ള വിവാദങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഇപ്പോൾ അവരത് പോസ്റ്ററുകളിൽ കുറച്ചിട്ടുണ്ടെങ്കിലും പരസ്യമായി വോട്ട് നേടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ SDP-യുമായി ബാന്ധവത്തിലാണ്, അവരുടെ നേതാക്കന്മാരുമായി അടുപ്പത്തിലാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പരസ്യ പ്രചരണവുമായി അല്ലെങ്കിൽ പരസ്യമായി ചാനലുകൾക്ക് മുമ്പിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും വരാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പേടിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത. അതായത് പ്രത്യേകിച്ച് ഈ അഭിമന്യു വധക്കേസിലെ രേഖകളൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അത് വിവാദമായി ചർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും SDP-യുടെ നേതാക്കന്മാരുമായി പങ്കെടുക്കാനും അവരുമായി ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനും ഒക്കെ ഇവർ തയ്യാറാകുന്നു. AK പ്രേമചന്ദ്രനെ പോലെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MP രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഭയങ്കരമായ വിമർശനമായിരുന്നു നടത്തിയിരുന്നത്. CPM ഉൾപ്പെടെയുള്ള നേതാക്കൾ. കോൺഗ്രസിനകത്തും വിമർശനം ഉണ്ടായിരുന്നു. അവർ MK രാഘവനോ ഇളമരം കരീമോ ഒന്നും SDP-യുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുത. ഈ BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി SDP-യോട് കൂടി രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമാവാം, അവരോടുകൂടി പ്രവർത്തിക്കാം എന്ന രീതിയിൽ അവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ജനവികാരം SDP-ക്കെതിരാണ് CPM-നെതിരായി വരുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായി വരുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എന്ത് വിധേയനെയും വോട്ട് വർദ്ധിപ്പിക്കുക. അതിന് മത തീവ്രവാദികളെങ്കിലും തീവ്രവാദികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെ എല്ലാവരെയും ഒപ്പം കൂട്ടാൻ LDF-ഉം UDF-ഉം ഒക്കെ മത്സരിക്കുകയാണ്. അങ്ങനെയാണ് SDIP-യെ പോലെ ഭീകരബന്ധമുണ്ടെന്ന് പച്ചയ്ക്ക് വ്യക്തമാകുന്നൊരു സംഘടനയുടെ ഇഫ്താർ വിരുന്നിലേക്കൊക്കെ പങ്കെടുക്കാൻ അവരുടെ സ്ഥാനാർത്ഥികൾ എത്തുന്നത്. ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.